6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് മലയാളം കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മാഗ്നം ഓപ്പസ് തന്നെയാണ് ചിത്രം. സമ്മിശ്ര പ്രതികരണങ്ങൾ നിരവധി ചുറ്റും നടക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാത്ത ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങും നടക്കുന്നുണ്ട്. പടം കാണാതെ ചുമ്മാ കൊണയടിക്കാൻ വരുന്നവരാണ് കൂടുതലും. പക്ഷെ വിമർശകർ പോലും പറയുന്ന ഒന്നുണ്ട്, മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയും റിയലിസ്റ്റിക് ആയ ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു മേക്കിംഗ് ഒരു സിനിമയിലും വന്നിട്ടില്ല. ചില രംഗങ്ങൾ കാണുമ്പോൾ ഇത് മലയാളം സിനിമ തന്നെയാണോ എന്ന സംശയം പോലും തോന്നിപ്പോകും. അത്രമാത്രം പെർഫെക്റ്റ്ലി ബ്ലണ്ടഡ് ആയിട്ടുള്ള മികച്ച മേക്കിംഗ് തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമ. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. ലൂസിഫറിലൂടെ താനൊരു ബെസ്റ്റ് ഡയറക്ടറാണെന്ന് തെളിയിച്ച പൃഥ്വി വീണ്ടും മേക്കിംഗ് കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ്. പിന്നെ പറയേണ്ടത് ലാലേട്ടന്റെ ഔറ തന്നെയാണ്. ചിത്രത്തിന്റെ ഹൈലൈറ്റ് ലാലേട്ടൻ തന്നെയാണ്. ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഖുറേഷി എബ്രഹാമായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും നിറഞ്ഞാടിയ മോഹൻലാലിന്റെ ഗ്രേസ് ആണ് ചിത്രത്തിന്റെ ഒന്നാമത്തെ പോസിറ്റീവ്. ലൂസിഫർ കണ്ട് കോരിത്തരിച്ച പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മുരളി ഗോപിയുടെ എമ്പുരാൻ എന്ന സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ ചിലയിടങ്ങളിൽ ചില സംശയങ്ങൾ തോന്നിയേക്കാം. കാരണം ലോക രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ചില കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ മാത്രമേ എമ്പുരാനുമായി പെട്ടെന്ന് നമുക്ക് കണക്ട് ആവാൻ സാധിക്കുകയുള്ളൂ. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പത്രവായനയിലൂടെ മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് മുഴുവനായിട്ടും ഇതൊന്നും മനസ്സിലാകണം എന്ന നിർബന്ധമില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ചില കാര്യങ്ങളിലേക്കുമൊക്കെയാണ് എമ്പുരാനിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഖുറേഷി എബ്രഹാമിന്റെ നെക്സസിലേക്കും സായിദ് മസൂദ് ആരാണ് എന്ന കഥയിലേക്കുമൊക്കെ എമ്പുരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിതിൻ രാംദാസ് മുഖ്യമന്ത്രിയായ ശേഷം കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന കഥയുമൊക്കെയാണ് പാരലി പറഞ്ഞു പോകുന്നത്. ഒട്ടുമിക്ക പൊളിറ്റിക്കൽ പാർട്ടികളെയും കണക്കിന് കൊട്ടിയിട്ടുണ്ട് ചിത്രത്തിൽ. അതിന്റെ ചൊറിച്ചിലും ആവശ്യത്തിന് അതിന്റെ അണികൾക്കുണ്ടാവാം. വളരെ എൻഗേജിംഗ് ആയി പോകുന്ന ആദ്യ പകുതിയും അല്പം ദൈർഘ്യമേറിയ രണ്ടാം പകുതിയുമാണ് ചിത്രത്തിന്റേത്. സത്യത്തിൽ ദൈർഘ്യമേറുന്നത് ഒന്നാം പകുതിക്കാണ്. പക്ഷേ ഒന്നാം പകുതി അല്പം എൻഗേജിംഗ് ആയി നിലനിർത്തിയതുകൊണ്ട് ആ ദൈർഘ്യം പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചില രംഗങ്ങളിൽ അല്പം ലാഗിങ് അനുഭവപ്പെടുന്നുണ്ട്. പ്രേക്ഷകർ കാത്തിരുന്ന സസ്പെൻസ് കഥാപാത്രം ഡ്രാഗൺ ആ കഥാപാത്രത്തിലൂടെ അടുത്ത ചിത്രത്തിലേക്കുള്ള ലീഡ് കൂടിയാണ് തരുന്നത്. അതുപോലെ തന്നെ ഖുറേഷി എബ്രഹാമിന്റെ നെക്സസിനെ പോലെ തന്നെ ലോകം മൊത്തം ഭയക്കുന്ന മറ്റൊരു നെക്സസ് കൂടെ പിറവിയെടുക്കുന്ന ഒരു കാഴ്ചയും L2 അവസാനം നമ്മൾ കാണുന്നുണ്ട്. ലൂസിഫർ അവസാനിക്കുമ്പോൾ എമ്പുരാൻ എന്ന ടൈറ്റിൽ ഗാനം കേട്ട പോലെ ഇക്കുറിയും ഒരു ടൈറ്റിൽ ഗാനം കേൾപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ L3 ടൈറ്റിൽ ആവാൻ ഉള്ള സാധ്യതയുണ്ട്. അതിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. മേക്കിങ്ങിലും മറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സിലും ലാലേട്ടൻ, പൃഥ്വി, ഇന്ദ്രജിത്ത്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് തുടങ്ങി മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അഭിനേതാക്കളടക്കം ഒരുപാട് പേരുണ്ട് ചിത്രത്തിൽ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഐഡന്റിറ്റിയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരല്പം നീളം കൂടിപ്പോയതിന്റെ പ്രശ്നം പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയവും തോന്നിപ്പോയി. ചില ഫൈറ്റ് രംഗങ്ങളിൽ അനാവശ്യമായിട്ടുള്ള അല്പം നീളം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരല്പം വിരസത അല്ലെങ്കിൽ ഒരല്പം തീരുന്നില്ലേ എന്നുള്ളൊരു ഫീല് തോന്നിയേക്കാം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കഥ പറഞ്ഞ രീതിയും അല്പം സമയമെടുക്കുന്നുണ്ട്. ചെറിയ ലാഗിങ് ചിലയിടങ്ങളിൽ വന്നെങ്കിലും മൊത്തത്തിൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നൽകിയൊരു ചിത്രമാണ് എമ്പുരാൻ. ഒരിക്കലും തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ. കാരണം ഇതൊരിക്കലും OTTയിലോ ടെലിവിഷനിലോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുമില്ല, നിങ്ങൾക്ക് ആസ്വദിക്കാനും സാധിക്കില്ല. കാരണം അത് ആ വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ ആൾക്കൂട്ടത്തിലിരുന്ന് തന്നെ കാണണം. കാരണം അതിനുള്ള കഥാപാത്രം തന്നെയാണ് ഖുറേഷി എബ്രഹാം എന്ന പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തിയ ആ മരണമാസ് കഥാപാത്രം എമ്പുരാൻ. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.